Hello dear students. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതായത് വാലൻസ് ഷെല്ല്, വാലൻസ് ഇലക്ട്രോൺ, ഓക്കെ, വാലൻസി, പിന്നെന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ, പിന്നെന്താണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ വിന്യാസം അല്ലെ, വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്നും എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും രണ്ട് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ഈ ഓരോ ബ്ലോക്കിന്റെയും പൊതു സ്വഭാവങ്ങളാണ്, മീൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എസ് ബ്ലോക്കിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്, അതായത് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത. കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എലമെന്റ്സ് എഴുതുകയാണ്. ഒന്നും കൂടി എന്റെ കൂടെ ഒന്ന് പറയുക, ഏതൊക്കെയാണ് എലമെന്റ്സ് വരുക. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ലിഥിയം, ദെൻ ആരാണ് സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻഷ്യം അല്ലെ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻഷ്യം. സെക്കൻഡ് അടുത്ത ഏതാണ് വരുന്നത്? യെസ്, ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, പിന്നെ ആരാണ് വരുക? റാഡിയം. ഓക്കെ, ഇതാണ് എസ് ബ്ലോക്ക്, നിങ്ങൾക്ക് അറിയുന്നതാണ് ആണല്ലോ. യെസ്, ഇത് ഏത് ഗ്രൂപ്പാണ്? ഇത് ഒന്നാം ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഇത് ഏതാണ്? രണ്ടാം ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ജസ്റ്റ് പൊതുവായിട്ട് ഉള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു നോക്കിക്കോ. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 അല്ലെ. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം കൂടിയിട്ടാണ് എന്ത് വിളിക്കുന്നത്? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കാൻ. റീസൺ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. യെസ്, ഇനി ഗ്രൂപ്പ് 1ലേക്ക് പോകും. ഗ്രൂപ്പ് 1 ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഗ്രൂപ്പ് 1ലുള്ള ആൾക്കാരുകളൊക്കെ, അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻഷ്യം ഒക്കെ മെറ്റൽസ് ആണ്, അതായത് ലോഹങ്ങളാണ്. എന്താണ് അവര്? ലോഹങ്ങളാണ്. ദേ ആർ മെറ്റൽസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഞാൻ പറയുന്നത്, ഇവരെ വിളിക്കുന്ന ഒന്നാം ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൽക്കലി മെറ്റൽസ്. നിങ്ങൾക്ക് പരിചയമുള്ള ചില ആൽക്കലികളാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ. അതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രോക്സൈഡുകൾ എന്ന് പറയും നമ്മൾ അല്ലെ. അപ്പോ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് അതേപോലെ തന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ എന്താണെന്നറിയോ? ദേ ആർ ബേസിക് ഇൻ നേച്ചർ. എന്ത് നേച്ചറാണ്? ബേസിക് ഇൻ നേച്ചർ. അത് ബേസിക് സ്വഭാവമുള്ളവരാണ്. ആസിഡിക് അല്ല, എന്താണ്? ബേസിക് ആണ്. അതുപോലെ അവർ എവിടെ ലയിക്കുന്നതുമാണ്? വെള്ളത്തില് ലയിക്കുന്നതുമാണ്. ആൽക്കലികൾ എന്നാണ് നമ്മൾ അവർ വിളിക്കുന്നത്. എന്താണ്? ആൽക്കലികൾ. അതുകൊണ്ട് ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ. അതായത് ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലി ലോഹങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ, അതിന്റെ റീസൺ ജസ്റ്റ് മനസ്സിലാക്കി നോക്കുക. ഇപ്പോഴും ഈ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊന്നും ആവശ്യമൊന്നുമില്ല, എന്നാലും പേര് പഠിച്ചു നോക്കും. എന്തുകൊണ്ടാണ് ആൽക്കലി ലോഹങ്ങൾ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് their hydroxides are basic in nature. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് ഗ്രൂപ്പ് ഇതേപോലെ നമ്മൾ നോക്കാം എന്തൊക്കെയാണ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം. സോറി, ഒരു കാര്യം കൂടി പറയാം മുമ്പ്. വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. നമുക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നോക്കിക്കോ. ലിഥിയം എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക? 1s2 2s1. തൊട്ട് താഴെയുള്ള കേസിൽ എന്ത് വരും? അതായത് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം ഞാൻ പൊതുവായിട്ട് എഴുതാണ്ട് പോവാണ്. ഇതാണ് വാലൻസ് ഷെൽ. അപ്പൊ ഇത് 2s1. തൊട്ട് താഴേക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, തൊട്ട് താഴെയിൽ എലമെന്റ് വരുമ്പോൾ വാലൻസ് ഷെല്ലിന്റെ കോൺഫിഗറേഷൻ എഴുതാൻ ഒരു ഷെല്ല് കൂട്ടുക. അപ്പൊ 2s1 എന്തായിട്ട് മാറി? 3s1. തൊട്ട് താഴെ വരുമ്പോൾ എന്ത് വരും? 4s1 എന്ന് വരും. തൊട്ട് താഴെ എന്താ വരിക? 5s1. തൊട്ട് താഴെയുള്ള എലമെന്റിന്റെ കേസിലോ 6s1 എന്ന് വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? അവസാനത്തെ ഷെല്ലിൽ എസിൽ എല്ലാ എസിലും ആരുണ്ട്? എല്ലാ എലമെന്റ്സിന്റെ കേസിലും എസിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. തൊട്ട് മുമ്പിലുള്ളത് എന്തിനാ സൂചിപ്പിക്കുന്നത്? ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഷെല്ലിനെ ഞാൻ എന്ത് സൂചിപ്പിക്കുന്നു അറിയോ? സ്മോൾ ലെറ്റർ n ആയിട്ട് സൂചിപ്പിക്കാം. ഓക്കെ, ഔട്ടർ ഏറ്റവും അവസാനത്തെ ഷെല്ലിന് n ആയിട്ട് സൂചിപ്പിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എസിലൊക്കെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരേ ഇലക്ട്രോൺ. അപ്പൊ ns1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ
ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് പൊതുവായിട്ട് എങ്ങനെ എഴുതാം? NS1 എന്ന് എഴുതാം. അവിടെ N എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഷെല്ലാണ്. ഓക്കെ, യെസ്, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, അതായത് നമ്മൾ എഴുതുമ്പോൾ 2s1, 3s1, 4s1, 5s1, 6s1 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ എന്താണ് നമ്പറിന് പകരം N എന്ന് കൊടുക്കുകയാണ്. N എന്ന് വെച്ചാൽ അവസാനത്തെ ഷെൽ നമ്പർ, ബാഹ്യതമ ഷെൽ നമ്പർ ആണ് N. എസിൽ ഓരോ ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? NS1. ഓക്കെ, അതായത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം അല്ലെ, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ, എങ്ങനെ വരിക? കോമൺ ആയിട്ട് ജനറൽ ആയിട്ടാണ് NS1 എന്ന് വരും. ഓക്കെ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താ വരിക? അതായത് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയും. വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ജനറൽ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇത് ഒന്ന് മനസ്സിലാക്കി നോക്കുക. NS1. ഇതേപോലെ ഗ്രൂപ്പ് 2 നമ്മൾ പോവാം. ഗ്രൂപ്പ് 2 എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 2ലുള്ള എലമെന്റ്സും എന്ത് തന്നെയാണ്? ദർ ആൾസോ മെറ്റൽസ്. അവരും എന്താണ്? ലോഹങ്ങളാണ്. ഓക്കെ, ഇനി ഇവരെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ദർ കോൾഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് വിളിക്കും. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് വിളിക്കും. അതിന് കാരണമുണ്ട്. നിങ്ങൾ ഈ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുക. അവിടെയുള്ള ചില എലമെന്റ്സിന്റെ ഓക്സൈഡുകൾ ഞാൻ എടുക്കണം. എല്ലാ കേസും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കേസ് നോക്കാം. മെഗ്നീഷ്യം ഓക്സൈഡ്, അതേപോലെ കാൽസ്യം ഓക്സൈഡ്, ഇവരൊക്കെ പ്രധാനമായിട്ടും ഓക്സൈഡുകൾ ഒക്കെ ആണല്ലോ. അതുകൂടാതെ ഇവരുടെ ഹൈഡ്രോക്സൈഡുകളും, ഇപ്പൊ മെഗ്നീഷ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ് എങ്ങനെ വരിക? MgOH ട്വൈസ് എന്ന് പറയും, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അതേപോലെ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഇവരൊക്കെ എന്താണ്? ബേസിക് നേച്ചറാണ്. ഓക്കെ ആണല്ലോ. അപ്പോ ഇവര് ബേസിക്കും ആണ്. ഇവർ എവിടെ കാണപ്പെടുന്നത്? എർത്ത് ക്രസ്റ്റിലാണ് കാണപ്പെടുന്നത്. എവിടെ കാണപ്പെടുന്നത്? എർത്ത് ക്രസ്റ്റിലാണ് ഇവർ കാണപ്പെടുന്നത്. അതുകൊണ്ട് മീൻസ് അവർ ആൽക്കലൈൻ ആണ്, എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ഇതേപോലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ, അതായത് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? ഓക്കെ, എന്താ വരിക? ബെറിലിയത്തിന്റെ കേസ് എന്താ വരുന്നത്? 1s2 2s2 എന്ന് വരും അല്ലെ. തൊട്ട് താഴെ മെഗ്നീഷ്യം വരുമ്പോ അവസാനത്തെ ഷെല് 3s2 എന്ന് വരും. ഇവിടെ എന്താ വരിക? കാൽസ്യത്തിന്റെ കേസിൽ 4s2 5s2 6s2 അങ്ങനെ പോകും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് എഴുതിയതുപോലെ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതിയതുപോലെ അവസാനത്തെ ഷെല്ലിനെ ഞാൻ എന്തായിട്ട് കൊടുക്കുന്നത്? N എന്ന് കൊടുക്കുന്നത്. ആ എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക? 2 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ കോമൺ ആയിട്ട് NS2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ എന്താണ്? അവസാനത്തെ എസിൽ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ ഒന്നാം ഗ്രൂപ്പും, എസിൽ 2 ഇലക്ട്രോൺ ആണ് വരുന്നതെങ്കിൽ രണ്ടാം ഗ്രൂപ്പും എന്ന് പിടിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് പൊതുവായിട്ട് പറയേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഇതൊക്കെ എന്താണ്? എസ് ബ്ലോക്കിലുള്ള എല്ലാ എലമെന്റ്സും എന്താണ്? മെറ്റൽസ് ആണ്. കൂടാതെ അവരുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും എന്താണ്? ബേസിക് ആണ്. മനസ്സിലായി. പിന്നെ ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് പഠിച്ചു. എന്താണ്? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം ഫസ്റ്റ് ഗ്രൂപ്പുകളുടെ കേസിൽ, എലമെന്റ്സിന്റെ കേസിൽ NS1 ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പിന്റെ കേസിൽ എന്തായിരിക്കും? NS2 ആയിരിക്കും. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് പറയാം? സവിശേഷതകൾ അല്ലെ, പ്രത്യേകതകളിലേക്ക് പോവാം. ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. ടെക്സ്റ്റിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളത് കുറച്ചും കൂടി എന്തായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, ആദ്യത്തെ 1-2 പോയിന്റുകൾ ഇപ്പം പറഞ്ഞത് തന്നെയാണ്. ഫസ്റ്റ് വൺ, ദേ ആർ ഓൾ. ഫസ്റ്റ് പോയിന്റ്, ഓക്കെ, ദേ ആർ ഓൾ എന്താണ്? മെറ്റൽസ്. അതായത് ലോഹ സ്വഭാവമുള്ളവയാണ്. ലോഹ സ്വഭാവമുള്ളവയാണ്. ഓക്കെ, ലോഹ സ്വഭാവമുള്ളവയാണ്. ദേ ആർ ഓൾ മെറ്റൽസ് എന്ന് പറഞ്ഞു അല്ലെ. ഇംഗ്ലീഷ് എഴുതുന്നവരെന്ത് ചെയ്യുക? ദേ ആർ എന്താണ്? മെറ്റാലിക് ഇൻ നേച്ചർ. എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ മെറ്റാലിക് ഇൻ നേച്ചർ. ലോഹ സ്വഭാവം ഉള്ളവയാണ്. രണ്ടാമത്തെ പോയിന്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സെക്കൻഡ് പോയിന്റ്, their oxides and hydroxides are basic in nature. അതായത് ഇംഗ്ലീഷ് എഴുതാണ്, their oxides and hydroxides
are basic in nature. Basic in nature. മലയാളത്തിൽ എന്ത് പറയുന്നത്? അവരുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക് സ്വഭാവമുള്ളവയാണ്. അസിഡിക് അല്ല, ബേസിക് സ്വഭാവമുള്ളവയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എല്ലാവരും ലോഹങ്ങളാണ്. രണ്ടാമത്തെ പോയിന്റ് അവരുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക് സ്വഭാവമുള്ളവയാണ്. ഓക്കെ, യെസ്. തേർഡ് പോയിന്റ് നമുക്ക് പഠിക്കേണ്ടത് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചു തന്നെയാണ്. ഓക്കെ, അതായത് ഒന്ന് ആറ്റത്തിന്റെ വലുപ്പം, അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയേ, ആറ്റത്തിന്റെ വലുപ്പം. രണ്ടാമത്തെ പോയിന്റ് അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജം. മൂന്നാമത്തെ പോയിന്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഒരു പീരിയോഡിക് ടേബിളിൽ പീരിയഡിൽ എന്ത് സംഭവിക്കുന്നു, അതേപോലെ ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. അതൊന്ന് ബ്രീഫ് ആയിട്ട് അത് പറഞ്ഞിട്ട് ആ 3 പോയിന്റിലേക്ക് പോകാം. ഇപ്പോ അറ്റോമിക് സൈസ്, ഒരു ഗ്രൂപ്പിൽ അറ്റോമിക് സൈസ് എന്ത് സംഭവിക്കുക? അപ്പൊ നമ്മൾ നേരത്തെ എഴുതി ഈ കേസിലാണെന്ന് വിചാരിച്ചോ. എന്താണ് ലിഥിയത്തിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ വരിക? 1s2 2s1. തൊട്ട് താഴെയുള്ള സോഡിയം എടുക്കുമ്പോൾ 1s2 2s2 2p6 ആൻഡ് 3s1. ഓക്കെ, നമുക്കറിയുന്നതാണ് ആദ്യത്തെ കേസിൽ 2 ഷെല്ലേ ഉള്ളൂ, രണ്ടാമത്തെ കേസിൽ എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുണ്ട്. ഓക്കെ, അപ്പോ ലിഥിയത്തിൽ നിന്ന് സോഡിയത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഷെല്ല് കൂടി. ഇനി ഇവിടുന്ന് താഴത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യാം? വീണ്ടും ഒരു ഷെല്ല് കൂടും. അപ്പോ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഒരു എലമെന്റിൽ നിന്നും തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ ഷെല്ലിന്റെ എണ്ണം കൂടും. മീൻസ് വി ക്യാൻ സേ ദാറ്റ് ഡൗൺ ദ ഗ്രൂപ്പ് ഷെൽ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്. ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നു. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, നടുക്കാരുണ്ട് ന്യൂക്ലിയസ് അല്ലെ? ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ആദ്യത്തെ കേസിൽ എത്രയാണ്? 2 ഷെല്ല്. രണ്ടാമത്തെ കേസിൽ എത്ര ഷെല്ലുണ്ട്? എത്രയാണ്? 3 ഷെല്ലുണ്ട്. ഇത് അവസാനത്തെ ഇലക്ട്രോൺ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്, അവസാനത്തെ ഇലക്ട്രോൺ ഇവിടെ മാർക്ക് ചെയ്യാണ്. നിങ്ങൾ നോക്കിക്കോ, ന്യൂക്ലിയസും ഇലക്ട്രോൺ തമ്മിലുള്ള ദൂരം നോക്കി നിങ്ങൾ. ന്യൂക്ലിയസും അവസാനത്തെ ഇലക്ട്രോൺ തമ്മിലുള്ള ദൂരം ഇതില് ഇത്രയേ ഉള്ളൂ നോക്കുക, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ നോക്കുക. മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുക? ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നത് മനസ്സിലാക്കും. ആറ്റത്തിന്റെ വലിപ്പം കൂടി വരും. അതായത് ഡൗൺ ദ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പില് താഴേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അതിന്റെ റേഡിയസ് എന്ന് പറയും, അറ്റോമിക ആരം എന്ന് പറയും. അറ്റോമിക് റേഡിയായി അല്ലെങ്കിൽ അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം. ഇനി പീരിയഡിൽ എടുക്കുക. ഒരു പീരിയഡ് എടുക്കുകയാണ്. പീരിയഡിൽ നമ്മൾ നോക്കേണ്ടത് ലെഫ്റ്റ് നിന്ന് റൈറ്റ് സൈഡിലേക്കാണ്. അപ്പൊ ഞാൻ ഈ പീരിയഡ് എടുക്കുകയാണ്. ലിഥിയവും ബെറിലിയും ഉള്ള പീരിയഡ്. ലിഥിയത്തിന്റെ കേസ് ഇത്രയാണ്. ബെറിലിയത്തിന്റെ കേസ് എന്താ വരുന്നത്? നോക്കിക്കോ, ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 എന്ന് വരും. മീൻസ് ഒരു ഇലക്ട്രോൺ കൂടി. പക്ഷെ ആ ഇലക്ട്രോണും ആഡ് ചെയ്തത് ഏത് ഷെൽ തന്നെയാണ്? ഈ ഷെൽ തന്നെയാണ് പറഞ്ഞത്. നോക്കുക നിങ്ങൾ, ഇത് സെക്കൻഡ് ഷെല്ല്, ഇതും സെക്കൻഡ് ഷെൽ അല്ലേ? നോക്കുക, രണ്ടാമത്തെ ഷെൽ തന്നെയാണ് ഇലക്ട്രോൺ പറഞ്ഞത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പീരിയഡില് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോ ആരുടെ എണ്ണം കൂടുന്നില്ല? ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല. ഓക്കെ, മറിച്ച് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത് ഒരേ ഷെല്ലിലായിരിക്കും. ഇപ്പൊ നോക്കുക, ഇത് 2s1. ബെല്ലത്തിന്റെ കേസിൽ 2s1 കഴിഞ്ഞ് രണ്ടാമത്തെ ഇലക്ട്രോൺ 2s2 ആയിട്ട് മാറി. ബോറോൺ വരുമ്പോൾ എന്താ സംഭവിക്കുക? 1s2 2s2 2p1. അപ്പോഴും രണ്ടാമത്തെ ഷെല്ലെന്നല്ലേ? അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടും. എന്നാൽ പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം കുറയും. ഷെല്ലുകളുടെ എണ്ണം കുറയുന്നില്ല, ഒരേ ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ നിറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇത് ആദ്യത്തെ കേസ് ന്യൂക്ലിയസ്. ഓക്കെ, ഈ കേസ് നിങ്ങൾ നോക്കുക, അതായത് 2 ഷെല്ലുണ്ട്. ഇവിടെ ഒരേ ഇലക്ട്രോൺ ആണുള്ളത് അവസാനത്തെ ഷെല്ലില്. രണ്ടാമത്തെ ന്യൂക്ലിയസ്, രണ്ടാമത്തെ ബെറിലിയത്തിൻ്റെത്. ഓക്കെ, അവിടെയും 2 ഷെല്ലാണ്, പക്ഷെ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരേ സ്ഥലത്ത് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ സംഭവിക്കുക, ന്യൂക്ലിയസും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളും തമ്മിലുള്ള അട്രാക്ഷൻ കൂടി വരും. അങ്ങനെ ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ നന്നായിട്ട് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നു വിചാരിച്ചു. അതായത് വലിപ്പം എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അതായത് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ്, ആറ്റത്തിന്റെ വലിപ്പം അല്ലെങ്കിൽ ആറ്റത്തിന്റെ ആരം കൂടി വരുന്നു. എന്നാൽ ഒരു പീരിയഡില് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക്, ഏത് പീരിയഡ് എടുക്കുക, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക ആരം അല്ലെങ്കിൽ അറ്റോമിക് സൈസ് കുറഞ്ഞു വരും.
ഭയങ്കര കുറവായിരിക്കും. ഒരാളുടെ വലിപ്പം ഇത്ര ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ സൈസുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഈ രീതിയിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുന്നു. ഓക്കെ, യെസ്. ഇനി അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, അപ്പൊ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഒരു ഗ്രൂപ്പില് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കൂടി വരും. എന്നാൽ ഒരു പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം മീൻസ് ആറ്റത്തിന്റെ ആരം അല്ലെങ്കിൽ ആറ്റത്തിന്റെ സൈസ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്ത് ചെയ്യും? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? എന്ന ഈ കൺസെപ്റ്റിലേക്ക് നോക്കാം. അപ്പോ ഞാനൊരു പീരിയഡ് എടുക്കുകയാണ്. ഏത് പീരിയഡ് എടുത്താലും ഇപ്പോ എസ് ബ്ലോക്ക് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോവാണ് ഡി ബ്ലോക്ക് വരും, പിന്നെ ആരാ വരിക? പി ബ്ലോക്ക് വരും. അപ്പോ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോ എന്താ സംഭവിക്കുന്നത്? അറ്റോമിക് സൈസ് കുറയും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതൊരു പീരിയഡ് എടുത്താലും അറ്റോമിക് സൈസ് ഏറ്റവും കൂടുതലുള്ള ആൾ ആരായിരിക്കും? നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. ഓക്കെ, അതായത് എസ് ബ്ലോക്ക് എലമെന്റ്സിനാണ് അറ്റോമിക് സൈസ് ഏറ്റവും കൂടുതൽ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? കോമൺ ആയിട്ട് ഇങ്ങനെ പറയാം. എന്താ പറയുന്നത് നോക്കിക്കോ. ഒരു പീരിയഡിൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾക്കാണ് അറ്റോമിക ആരം ഏറ്റവും കൂടുതൽ. ഓക്കെ, യെസ്. ഒന്നുകൂടി വേണമെങ്കിൽ പറയുന്നത് ലിഥിയത്തിന്റെ പീരിയഡ് നോക്കുക. ലിഥിയം, ബെർലിയം, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഡി ബ്ലോക്കിന് ശേഷം പിന്നെ ആയിരുന്നു ബോറോൺ, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ പോകും അല്ലെ. ഇതൊക്കെ ഒരു പീരിയഡിൽ വരുന്ന ആളാണ്. രണ്ടാമത്തെ പീരിയഡിൽ വരുന്ന എലമെന്റ്സ് ആണ് ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഒക്കെ. ഓക്കെ ആണല്ലോ. ലിഥിയത്തിനേക്കാൾ സൈസ് ആർക്ക് കുറവായിരിക്കും? ബെർലിയത്തിനേക്കാൾ ആർക്ക് സൈസ് കുറയണം? ബോറോൺ. മീൻസ് ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ് സൈസ് കുറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ സൈസ് ഏറ്റവും കൂടിയ ആൾക്കാർ ആരായിരിക്കും? ഈ എസ് ബ്ലോക്കിലുള്ള ആളായിരിക്കൂലേ. ഇനി എസ് ബ്ലോക്കിൽ തന്നെ ഗ്രൂപ്പ് 1 എലമെന്റും ഗ്രൂപ്പ് 2 എടുക്കുക. ആർക്കായിരിക്കും സൈസ് കൂടുതൽ? ഗ്രൂപ്പ് 1 എലമെന്റിന് സൈസ് കൂടുതലും ഗ്രൂപ്പ് 2 എലമെന്റിന് സൈസ് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു പീരിയഡിൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾക്കാണ് അറ്റോമിക ആരം ഏറ്റവും കൂടുതൽ. In a period, S block elements have highest atomic radii. അതിലൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഞാൻ പീരിയഡ് ആണ് കമ്പയർ ചെയ്യുന്നത്. ഗ്രൂപ്പ് 1 സൈസ് ഗ്രൂപ്പ് 2 സൈസിനേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, യെസ്. ഫോർത്ത് വൺ. നെക്സ്റ്റ് അടുത്ത് പറയാണ്ട് പോകുന്നത് അയോണീകരണ ഊർജം, അയോണൈസേഷൻ എനർജി. മലയാളത്തിൽ എന്താ പറയുന്നത്? അയോണീകരണ ഊർജം എന്ന് പറയാം. ഓക്കെ, എന്താ സംഭവിക്കുക അയോണീകരണ ഊർജം? നമുക്കറിയാം അറ്റോമിക് എന്താ അയോണീകരണ ഊർജം എന്ന് വെച്ചാല് ഇത് ഒരു ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസിന്റെ ചുറ്റും ആരുണ്ട്? ഷെല്ലുകളുണ്ട്. അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണിനെ മാത്രം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിൽ ഉണ്ടാവും അട്രാക്ഷൻ ഉണ്ടാവും. അതേപോലെ മറ്റൊരു എലമെന്റ് ഞാൻ എടുക്കുകയാണ്. അവിടെ ഷെല്ലിന്റെ എണ്ണം ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ നോക്കുക. ഇത് എ എന്ന എലമെന്റ്, ഇത് ബി എന്ന എലമെന്റ്. സൈസ് ഇതിന് കുറവാണ്, ഇതിന് സൈസ് കൂടുതലാണ്. ഓക്കെ, സൈസ് കൂടുമ്പോൾ ഈ ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ നോക്കുക. ഈ ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ നോക്കുക. സൈസ് കൂടുമ്പോൾ അതായത് പോസിറ്റീവ് ചാർജ് ഒരു സ്ഥലത്തുണ്ട്, നെഗറ്റീവ് ചാർജ് ഇവിടെയുണ്ട്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള ദൂരം കൂടുമ്പോൾ അവർ തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയല് ചെയ്യുക. ഓക്കെ, അതായത് ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂക്ലിയസും അവസാനത്തെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ആറ്റത്തിന്റെ വലിപ്പം കുറയുമ്പോഴോ ന്യൂക്ലിയസും അവസാനത്തെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഈ കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് നോക്കണം. ഇനി എന്താ അയോണൈസേഷൻ എന്ന് വെച്ചാല് അതായത് പഠിച്ചിട്ടുണ്ട്. It is the amount of energy required to remove the loosely held electron from an isolated gaseous element. അതായത് എന്താണ് പഠിച്ചെന്താണ്? അതായത് വാതകാവസ്ഥയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മൂലക ആറ്റത്തിൽ നിന്ന്
അവസാനത്തെ ഇലക്ട്രോൺ, ദുർബലമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവസാനത്തെ ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊർജമാണ് അയോണീകരണ ഊർജം. എന്താ മനസ്സിലാക്കി? നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഇത് ന്യൂക്ലിയസ്, ഈ അവസാനത്തെ ഇലക്ട്രോൺ എനിക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ന്യൂക്ലിയസ് ഇലക്ട്രോൺ തമ്മിൽ എന്തുണ്ട്? അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ആ അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ ഞാൻ ഇവിടെ എമൗണ്ട് ഓഫ് എന്ത് കൊടുക്കണം? എനർജി കൊടുക്കണം. ആ മിനിമം എനർജിനെ വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ എനർജി. ഈ കേസിലും അയോണൈസേഷൻ എനർജി ഉണ്ട്, പക്ഷെ ഇവിടെ സൈസ് എന്താണ്? കുറവാണ്. സൈസ് കുറയുമ്പോൾ ഈ ന്യൂക്ലിയസും ഈ ഇലക്ട്രോൺ തമ്മിൽ അട്രാക്ഷൻ കൂടുതലായിരിക്കും. അപ്പൊ ഈ ഇലക്ട്രോൺ എനിക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണൈസേഷൻ എനർജി എന്ത് ചെയ്യും? കുറയും. എന്നാൽ ആറ്റത്തിന്റെ വലിപ്പം കുറയുമ്പോൾ അയോണൈസേഷൻ എനർജി എന്ത് ചെയ്യുന്നു? കൂടുന്നു. വിപരീത അനുപാതത്തിലാണ്. അതെ, ആറ്റത്തിന്റെ വലിപ്പവും അയോണൈസേഷൻ എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? വിപരീത അനുപാതമാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. അയോണൈസേഷൻ എനർജി, അതായത് നമ്മൾ പഠിച്ചു എസ് ബ്ലോക്ക് മൂലകങ്ങൾക്കാണ് അറ്റോമിക് ആരം ഏറ്റവും കൂടുതൽ. അപ്പൊ അറ്റോമിക് ആരം ഏറ്റവും കൂടുതൽ ആയതുകൊണ്ട് ഇവരുടെ അയോണൈസേഷൻ എനർജി വളരെ കുറവായിരിക്കും. ഓക്കെ, അതായത് താഴ്ന്ന അയോണീകരണ ഊർജം, താഴ്ന്ന അയോണീകരണ ഊർജം, താഴ്ന്ന അയോണീകരണ ഊർജം, അയോണീകരണ ഊർജം, താഴ്ന്ന അയോണീകരണ ഊർജം, ലോ അയോണൈസേഷൻ എനർജി, ലോ അയോണൈസേഷൻ എനർജിയാണ്. ഓക്കെ, ഫിഫ്ത് പോയിന്റ്. ഓക്കെ, എന്താ ഫിഫ്ത് പോയിന്റ്? എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി. വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി? എന്താ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ചാല് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോ എ എന്ന ഒരാളും അതേപോലെ ബി എന്ന ഒരാളും തമ്മിൽ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ എ എന്ന ആൾ ആരുണ്ട്? പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ബി എന്ന ആളിലും ആരുണ്ട്? പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ഞാൻ അതിനെ ഒന്ന് മാർക്ക് ചെയ്യാണ്. എയുടെ സൈസ് ഇത്രയുള്ളൂ, നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ബിയുടെ സൈസ് ഇത്രയാണെന്ന് വിചാരിച്ചോ, അതിന്റെ നടുക്കാരുണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. ഇത് എ ആണ്, ഇത് ബി ആണ്. ഇവർ തമ്മിൽ എന്താണ്? ബോണ്ട്. ഇത്ര പോരാ മാർക്ക് ചെയ്യുന്നത്, ഇത്ര പോരാ. ഓക്കെ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. യെസ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ്, ഒരു ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബോണ്ട്, രാസബന്ധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു രാസബന്ധനം അല്ലെങ്കിൽ ഒരു ബോണ്ട് എന്ന് വെച്ചാൽ അവിടെ എന്താ ഉണ്ടാവുക? ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. ഓക്കെ, ഈ പോസിറ്റീവ് ചാർജ് ഈ ബോണ്ടിലുള്ള ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. ഈ പോസിറ്റീവ് ചാർജും ഈ ബോണ്ടിലുള്ള ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, എന്റെ ചോദ്യം, ഇതില് ഏത് ന്യൂക്ലിയസിനാണ് ഇലക്ട്രോണിന് കൂടുതൽ ആകർഷിക്കാൻ പറ്റും? നിങ്ങൾ നോക്കുക, ഈ പോസിറ്റീവും ഈ ഇലക്ട്രോണും തമ്മിലുള്ള ദൂരം നോക്കുക. ഈ പോസിറ്റീവും ഈ ഇലക്ട്രോണും മനസ്സിലാക്കാൻ പറയുന്നതാണ്. ഈ പോസിറ്റീവും ഈ ഇലക്ട്രോണുകളും തമ്മിലുള്ള ദൂരം നോക്കുക. അപ്പൊ ഇവിടെ ദൂരം കൂടുതലല്ലേ? നേരത്തെ പറഞ്ഞിട്ട് ദൂരം കൂടുമ്പോൾ പോസിറ്റീവും ആ നെഗറ്റീവും തമ്മിലുള്ള ആകർഷണം എന്ത് ചെയ്യും? കുറയും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ എ എന്ന ആറ്റം ഉണ്ട്, ബി എന്ന ആറ്റം ഉണ്ട്. ഇതിൽ ആർക്കാണ് ഈ ബോണ്ടഡ് ഇലക്ട്രോണിനെ അല്ലെങ്കിൽ രാസബന്ധനത്തിലുള്ള ഇലക്ട്രോണിനെ കൂടുതൽ ആകർഷിക്കാൻ പറ്റുക? സൈസ് കുറഞ്ഞ ആൾക്ക്. അങ്ങനെ രാസബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, ആറ്റത്തിന്റെ സൈസ് കുറയുമ്പോൾ എന്ത് കൂടും? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. ക്ലിയർ? ഓക്കെ ആണല്ലോ. യെസ്. എന്നാൽ ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്? ഒരു പീരിയഡ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, അവിടെ എസ് ബ്ലോക്ക് മൂലകങ്ങൾക്കാണ് അറ്റോമിക് ആരം ഏറ്റവും കൂടുതൽ. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റുകൾക്ക് അറ്റോമിക് ആരം കൂടുതലാണ്, ആറ്റത്തിന്റെ വലിപ്പം കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്തായിരിക്കും? അവർക്ക് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് നോക്കുക. യെസ്, താഴ്ന്ന അയോണീകരണ ഊർജം പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? യെസ്, ലോ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഓക്കെ, അപ്പോ ലോ ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോ ആറ്റത്തിന്റെ സൈസിൽ നിന്ന് അയോണീകരണ ഊർജം പറഞ്ഞു, ഇലക്ട്രോ നെഗറ്റിവിറ്റി പറഞ്ഞു. ഓക്കെ, യെസ്. നെക്സ്റ്റ് പോയിന്റ് നോക്കുക. അയോണീകരണ ഊർജം ഇവർക്ക് കുറവാണ്. അയോണീകരണ ഊർജം കുറവ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? അവർക്ക്, അതായത് അവസാനത്തെ ഇലക്ട്രോണിനെ വേഗത്തിൽ റിമൂവ് ചെയ്യാണ്ട് പറ്റും. ഓക്കെ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണ്. എന്താ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവ് എന്ന് പറയുമ്പോൾ? ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യാൻ, ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് എന്താണ്? കുറവാണ്.
Therefore, we can say that ഇവര് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. എന്താ ചെയ്യുന്നത്? രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പൊ നമുക്കറിയാം, അപ്പൊ സോഡിയത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞതാണ് 2-8-1 സോഡിയത്തിന്റെ ഷെൽ വൈസ്. ഓക്കെ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നാൽ അവർ സ്റ്റേബിൾ ആണ്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഓക്കെ, യെസ്, അത് മുമ്പേ പറഞ്ഞതാണ്. അതായത് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ they donates electrons. രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അവര് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു. ഓക്കെ, യെസ്, ഒന്ന് പറഞ്ഞു നോക്കുക. രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ, ഇലക്ട്രോണുകളെ ആകർഷിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയും. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. എന്താ വിളിക്കുന്നതിന്? ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയും. ഓക്കെ, അതായത് we can say that they have a high electropositivity എന്ന് പറയുന്നത്. ഇലക്ട്രോപോസിറ്റിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു നോക്കൂ നിങ്ങൾ. സോഡിയം 2-8-1 ആ സോഡിയം ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പൊ എന്തായിട്ട് മാറും? 2-8 എന്നായിട്ട് മാറും. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ അതിന്റെ ചാർജ് എന്തായിട്ട് മാറും? ഒരു പോസിറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, യെസ്, അതായത് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജിൽ ആളായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ പോസിറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ ദേ ഡൊണേറ്റ്സ് ഇലക്ട്രോൺസ്. മീൻസ് അവർക്ക് ഇലക്ട്രോ പോസിറ്റിവിറ്റി വളരെ കൂടുതലാണ്, ഉയർന്ന ഇലക്ട്രോ പോസിറ്റിവിറ്റി ആണ്. ഓക്കെ, യെസ്. ഇനി ഇവര് ഫോം ചെയ്യുന്ന സംയുക്തങ്ങൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, സോഡിയം ക്ലോറൈഡ്. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ Na+ അയോണും Cl- അയോണും ആണ്. പോസിറ്റീവ് ചാർജുള്ള സോഡിയവും നെഗറ്റീവ് ചാർജുള്ള ക്ലോറൈഡ്. അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് എന്താണ് ചാർജുകൾ തമ്മിലുള്ള ആകർഷണത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? അയോണിക ബന്ധനം എന്ന് വിളിച്ചത്. എന്ത് ബന്ധനം എന്ന് വിളിച്ചത്? അയോണിക ബന്ധനം പഠിച്ചിട്ടുണ്ട്. സഹസംയോജക ബന്ധനം, അയോണിക് ബോണ്ട്, കൊവാലന്റ് ബോണ്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതിനകത്ത് എന്താണ്? ഇത് അയോണുകളാണ്. ഓക്കെ, അയോണുകൾക്കിടയിലുള്ള പോസിറ്റീവ് നെഗറ്റീവിനിടയിലുള്ള ആകർഷണമാണ്. അത്തരം ബന്ധനത്തെ വിളിക്കുന്ന പേരെന്താണ്? അയോണിക ബന്ധനം. അതായത് സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്, ഒരു അയോണിക സംയുക്തമാണ്. ഓക്കെ, അതുപോലെ പൊട്ടാസ്യം ക്ലോറൈഡ് അയോണിക സംയുക്തമാണ്. മഗ്നീഷ്യം ഓക്സൈഡ് അയോണിക സംയുക്തമാണ്. അപ്പൊ നമുക്ക് പൊതുവെ എന്ത് പറയാം? their compounds are അല്ലെങ്കിൽ they forms ionic compounds. അയോണിക് സംയുക്തങ്ങൾ ഉണ്ടാക്കുക. എക്സാമ്പിള് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് എക്സെട്ര. അതായത് ദേ ഫോംസ് എന്താണ്? അയോണിക് കോമ്പൗണ്ട്സ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ മിക്ക സംയുക്തങ്ങളും എന്താണ്? അയോണിക സംയുക്തങ്ങളാണ്. മിക്ക സംയുക്തങ്ങളും എന്താണ്? അയോണിക സംയുക്തങ്ങളാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ലോഹ സ്വഭാവമുള്ളവയാണ്. ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക് ആണ്. പീരിയഡിൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾക്കാണ് അറ്റോമിക് ആരം ഏറ്റവും കൂടുതൽ. അയോണീകരണ ഊർജ്ജം കുറവായിരിക്കും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവായിരിക്കും. രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് ഹൈ ഇലക്ട്രോ പോസിറ്റിവിറ്റി ആണ്. പിന്നെ ഇവരുടെ സംയുക്തങ്ങൾ എന്താണ്? അയോണിക് സംയുക്തങ്ങളാണ്. ഇവരുടെ സംയുക്തങ്ങൾ അയോണിക് സംയുക്തങ്ങളാണ്. ഓക്കെ, അനദർ പോയിന്റ്, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഓക്സീകരണാവസ്ഥ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. they have fixed oxidation state. അവർക്ക് എന്താണ്? നിശ്ചിത ഓക്സീകരണാവസ്ഥയാണ് ഉള്ളത്. ആർക്ക്? എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് നിശ്ചിത ഓക്സീകരണാവസ്ഥയായിരിക്കും. ഓക്കെ, നിശ്ചിത ഓക്സീകരണാവസ്ഥയായിരിക്കും. ഓക്കെ, ഫിക്സഡ് ആണ് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഒരേ ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്നു. അപ്പൊ അവരുടെ
ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഗ്രൂപ്പ് 1ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് 2 ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നു. അപ്പൊ ചാർജ് എന്താണ്? 2 പോസിറ്റീവ് കിട്ടും. അപ്പൊ ഗ്രൂപ്പ് 2ന്റെ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +2. ഓക്കെ, അപ്പൊ പൊതുവായിട്ട് ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, അവർക്ക് പോസിറ്റീവ് ഓക്സീകരണാവസ്ഥയാണ്. ആർക്ക്? എസ് ബ്ലോക്ക് എലമെന്റ്സ് ഹാവ് ഓൺലി പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ആർക്കൊക്കെയോ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ വരാനുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ they have a fixed oxidation state. Okay, group 1 ന് +1 ഉം ഗ്രൂപ്പ് 2 ന് +2 ആണ്. or we can say that S ബ്ലോക്ക് മൂലകങ്ങൾക്ക് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമാണല്ലോ, പോസിറ്റീവ് ഓക്സീകരണാവസ്ഥ മാത്രമാണല്ലോ. ഓക്കെ, യെസ്. ഇനി ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. യെസ്, വാട്ട് അബൌട്ട് their reactivity? ക്രിയാശീലം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? ക്രിയാശീലം. ഓക്കെ, എന്താ ക്രിയാശീലം എന്ന് വെച്ചാല് രാസപ്രവർത്തനങ്ങളിൽ എത്ര വേഗത്തിൽ ഏർപ്പെടുന്നു. നമ്മൾ പറഞ്ഞ കാര്യം എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് വലിപ്പം വളരെ കൂടുതലാണ് പീരിയോഡിക് ടേബിൾ. ഓക്കെ ആണല്ലോ. ആ വലിപ്പം കൂടുതലായത് കൊണ്ട് തന്നെ അവർ വേഗത്തിൽ ആരെ വിട്ടുകൊടുക്കുന്നു? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് ഇവരെന്താണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഡിയം ഒക്കെ എന്താണ്? നമ്മൾ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് അന്തരീക്ഷത്തിൽ വെച്ചാൽ അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെയും ജലാംശമൊക്കെ വരികയാണെങ്കിൽ അവിടെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. പെട്ടെന്ന് ഇലക്ട്രോണിന് അവരെന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുന്നു. ഹൈലി റിയാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ അതും കൂടി പറയാം. S block elements are S block elements are highly reactive. അതായത് എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് ക്രിയാശീലത വളരെ കൂടുതലാണ്. ക്രിയാശീലം വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് കൂടുതൽ? അവരുടെ സൈസ് വളരെ കൂടുതലാണ്. ഒരു പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. ഞാൻ എസ് ബ്ലോക്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എടുക്കുന്നത്, രണ്ടാമത്തെ ഗ്രൂപ്പ് എടുക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പിൽ താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ വലിപ്പം കൂടി വരും. ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുമ്പോൾ അവർ ഇലക്ട്രോണുകളെ വേഗം വിട്ടുകൊടുക്കും. മീൻസ് അവിടെ എന്ത് സംഭവിക്കുക? ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ക്രിയാശീലം അല്ലെങ്കിൽ ക്രിയാശീലത കൂടി വരും. ഈ കാര്യം കൂടി മനസ്സിലാക്കി. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഇതൊരു കണക്ട് ചെയ്യുന്ന ചെറിയൊരു വർക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ടേബിൾ ഒന്ന് വരച്ച് നോക്കാം. അതിലിങ്ങനെ കൊടുത്തിട്ടുള്ളത് ഗ്രൂപ്പ്, ദെൻ അതിന്റെ വാലൻസി ഫുൾ എഴുതുന്നില്ല, വാലൻസി, ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദെൻ സിംബൽ ഓഫ് അയോൺസ്, അയോണുകളുടെ പ്രതീകം, ലാസ്റ്റ് വൺ മോളിക്കുലാർ ഫോർമുല ഓഫ് ഓക്സൈഡ്സ്, ഈ ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം കൊടുത്തിരിക്കുന്നത് ഒന്നാം ഗ്രൂപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് കൊടുത്തിട്ടുണ്ട് എക്സ് എന്ന്, യഥാർത്ഥമല്ല എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഒന്നാം ഗ്രൂപ്പിന്റെ വാലൻസി പഠിച്ചു 1 ആണ്. ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും, മീൻസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. അയോണിന്റെ സിമ്പൽ എങ്ങനെ എഴുതുക? എക്സ് ആണ് എലമെന്റ് തന്നിട്ടുണ്ട്. ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുത്ത് അപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പൊ എന്ത് ചാർജ് കൊടുക്കും? എക്സിന്റെ മുകളിൽ ഒരു പോസിറ്റീവ് കൊടുക്കും. ഇനി ഈ എക്സും ഓക്സിജനും തമ്മിൽ കൂടിയിട്ടുള്ള ഓക്സൈഡിന്റെ മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്ര വാക്യമാണ് എഴുതുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേണ്ട, കാരണം വാലൻസി സംയോജകത എത്രയാണ്? 2 ആണ്. ഓക്കെ, നോക്കുക. എക്സും ആരും തമ്മില് ഓക്സിജനും കൂടിയിട്ടുള്ള കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതണം. എന്താ ചെയ്യേണ്ടത്? എക്സിന്റെ സംയോജകത 1 മുകളിൽ എഴുതി, ഓക്സിജന്റെ 2 മുകളിൽ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം അല്ലെ. എക്സിന് താഴെ ഓക്സിജന്റെ വാലൻസ് എഴുതുക, അപ്പൊ X2. ഓക്സിജന് താഴെ എക്സിന്റെ വാലൻസ് എഴുതുക, അപ്പൊ എത്ര എഴുതുക? O. 1 എഴുതേണ്ട ആവശ്യമില്ല, അപ്പൊ X2O ആണ് ഫോർമുല. ഓക്കെ, യെസ്. സെക്കൻഡ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ Y എന്ന് കൊടുത്തിട്ടുണ്ട്. വാലൻസ് എത്രയാണ് വരിക? സെക്കൻഡ് ഗ്രൂപ്പിന്റെ 2. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരും? +2. അയോണിന്റെ സിമ്പിൾ എന്താ വരിക? Y എന്നാണ് കൊടുത്തിട്ടുള്ളത്.
രണ്ട് പോസിറ്റീവ് ചാർജ് കിട്ടും, രണ്ട് ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ എത്ര കിട്ടുക? 2 പ്ലസ് y2 പ്ലസ് കൊടുക്കും. ഇനി ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതണം. Y ആൻഡ് O. വൈയുടെ വാലൻസ് 2, ഓക്സിജന്റെ വാലൻസ് 2, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടുക? Y2O2 എന്ന് കിട്ടും. അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇത് ഇവിടെയും ഇവിടെ രണ്ട് കോമൺ ആയിട്ടുണ്ട്. അപ്പൊ രണ്ടിനെ കൊണ്ട് എനിക്ക് ഇതിനും ഡിവൈഡ് ചെയ്യാലോ. അപ്പൊ എന്താ കിട്ടുക? YO എന്ന് കിട്ടും. ഓക്സൈഡിന്റെ ഫോർമുല YO ആണ്. ക്ലിയർ? യെസ്. ഇത് വേണമെങ്കിൽ രണ്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, സോഡിയവും ഓക്സിജനും കൂടിയിട്ടുള്ള മീൻസ് സോഡിയത്തിന്റെ ഓക്സൈഡിന്റെ ഫോർമുല എഴുതണം. ഇതേപോലെ സോഡിയം ഓക്സിജൻ, സോഡിയത്തിന്റെ വാലൻസ് 1, ഓക്സിജന്റെ 2, ഇന്റർചേഞ്ച് ചെയ്യുക. എന്താ കിട്ടും? Na2O എന്ന് കിട്ടും. ഓക്കെ, യെസ്. ദെൻ അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഒരു കേസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. മാഗ്നീഷ്യവും ഓക്സിജനും കൂടിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്നതാണ്. എങ്ങനെ കിട്ടും? മാഗ്നീഷ്യം ഓക്സിജൻ, മാഗ്നീഷ്യന്റെ 2, ഓക്സിജൻ 2, നേരത്തെ എഴുതി അതേപോലെ എന്ത് കിട്ടും? Mg2O2 എന്ന് കിട്ടും. 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? MgO എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ലാസ്റ്റ് അവിടെ കൊടുത്തിട്ടുള്ള കാര്യം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോ ആദ്യം പറഞ്ഞതല്ലേ എന്താണ് എസ് ബ്ലോക്കിന്റെ എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ നോക്കാം. ലോഹ സ്വഭാവമുള്ളവയാണ്. ഓക്കെ, മെറ്റൽസ് ആണ്. ദെൻ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ എന്താണ് ബേസിക് ഇൻ നേച്ചർ അല്ലെ. ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക് സ്വഭാവമുള്ളവയാണ്. ദെൻ ഒരു പീരിയഡ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് പീരിയോഡിക് ടേബിളിനകത്ത് അറ്റോമിക് റേഡിയൈ അല്ലെങ്കിൽ അറ്റോമിക് ആരം ഏറ്റവും കൂടുതൽ ആർക്കാണ്? എസ് ബ്ലോക്ക് എലമെന്റ്സിനായിരിക്കും. ദെൻ നെക്സ്റ്റ് എന്താണ് അയോണൈസേഷൻ എനർജി വളരെ കുറവാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വളരെ കുറവാണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? യെസ്, രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും അവർക്ക്? എന്തായിട്ട് മാറും അവർക്ക്? യെസ്, പോസിറ്റീവ്, അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെ. പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. മീൻസ് ദേ ഹാവ് എ ഫിക്സഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഗ്രൂപ്പ് 1 +1 ഗ്രൂപ്പ് 2 എന്താണ്? +2 ആണ്. ഓക്കെ, ഈ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ദേ ഹാവ് എ വെരി ഹൈ ഇലക്ട്രോ പോസിറ്റിവിറ്റി. ഓക്കെ, പിന്നെന്താ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇവരുടെ കോമ്പൗണ്ടുകൾ അല്ലെ. അതായത് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമ്പൗണ്ടുകൾ അയോണിക് കോമ്പൗണ്ടുകളാണ്. മീൻസ് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ മിക്ക സംയുക്തങ്ങളും എന്താണ്? അയോണിക് സംയുക്തങ്ങളാണ്. ചില എക്സെപ്ഷൻസ് ഒക്കെ വരാനുണ്ട്, ഇപ്പൊ അതൊന്നും വേണ്ട, ഈ കാര്യം ഓർത്തു വെക്കുക. ദെൻ അവരുടെ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലം അല്ലെ, ക്രിയാശീലത എന്ന് പറയുന്ന സംഭവം. ക്രിയാശീലത എന്ന് പറയുമ്പോൾ എന്താണ്? രാസപ്രവർത്തനങ്ങൾ വേഗത്തിൽ ഏർപ്പെടുക. ഇവരെന്താ ചെയ്യുന്നത്? രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ഓക്കെ, ഇവർക്കാണ് സൈസ് വളരെ, എസ് ബ്ലോക്ക് എലമെന്റ്സിനാണ് സൈസ് വളരെ കൂടുതലുള്ളത്. അപ്പൊ അവർ ഇലക്ട്രോണുകളെ വേഗത്തിൽ വിട്ടുകൊടുക്കുന്നു. മീൻസ് അവർക്ക് ക്രിയാശീലം വളരെ കൂടുതലാണ്. ദേ ഹാവ് എ ഹൈ റിയാക്ടിവിറ്റി, ഹൈ കെമിക്കൽ റിയാക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, യെസ്. ഇനി അടുത്ത വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കണ്ടിന്യൂഷൻ മീൻസ് പി ബ്ലോക്കും അതേപോലെ ഡി എഫിന്റെ ഒക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പോകും. ഓക്കെ. you